ഉത്രാടം, തിരുവോണം, അവിട്ടം, മൂലം, പൂരാടം, പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ നവംബർ മാസം 13-ാം തീയതി വ്യാഴാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് വളരെ യാദൃച്ഛികമായിട്ടായിരിക്കും. പലപ്പോഴും ചില ആളുകൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വരികയും മറ്റു ചിലർക്ക് ജീവിതത്തിൽ എത്രയൊക്കെ ശ്രമിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വളരെ കാലതാമസം അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ ജ്യോതിഷപ്രകാരം ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ചില ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടാകും. അത്തരത്തിൽ ഒരു ദിവസമാണ് ഈ 8 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ 13-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. കാരണം ഈ 8 നക്ഷത്രക്കാർക്കും നവംബർ 13-ാം തീയതി വ്യാഴാഴ്ച ത്രിഗ്രഹി യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. ഈ ത്രിഗ്രഹി യോഗം വന്നു ചേരുന്നത് തന്നെ ബുധൻ, സൂര്യൻ, ശുക്രൻ എന്നിങ്ങനെയുള്ള 3 ഗ്രഹങ്ങളും അതിശക്തമായ സ്വാധീനം നിങ്ങളിൽ ചെലുത്തുമ്പോഴാണ്. അതിശക്തമായ സ്വാധീനം എന്നത് മാത്രമല്ല, ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. അപ്രകാരം നോക്കുമ്പോൾ ഈ നവംബർ 13-ാം തീയതി വ്യാഴാഴ്ച ത്രിഗ്രഹി യോഗം സിദ്ധിക്കുന്നതിനാൽ ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ നവംബർ മാസം 13-ാം തീയതി വ്യാഴാഴ്ച ചില സവിശേഷമായ കാര്യങ്ങൾ ത്രിഗ്രഹി യോഗത്താൽ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിയിൽ പിറന്ന ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യതടസ്സങ്ങളും പല വിധത്തിലുള്ള വെല്ലുവിളികളും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് നിലനിൽക്കുന്നതിനാൽ തന്നെ മാനസികമായി വളരെ വലിയ രീതിയിലുള്ള പിരിമുറുക്കമാണ് നിങ്ങൾക്ക് അനുഭവിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ചെറുതും വലുതുമായ പല പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയം ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ചില മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ്. ഇതിൽ ഈ ത്രിഗ്രഹി യോഗം സിദ്ധിക്കുന്നതിനാൽ ഈ നവംബർ മാസം 13-ാം തീയതി വ്യാഴാഴ്ച മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി വന്നു ചേരുന്ന സമയമായിരിക്കും. അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരിൽ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതായത് എന്തൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചാലും അത് നെഗറ്റീവായ രീതിയിലായിരിക്കും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അതിനും കഴിയുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ ഒരു ശരിയായ തീരുമാനമെടുക്കുവാൻ കഴിയാതെയും സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെയും വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ചില മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ഈ നവംബർ 13-ാം തീയതി വ്യാഴാഴ്ച വളരെ ധൈര്യത്തോടെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു പറയുവാൻ ലഭിക്കുന്ന ചില അവസരങ്ങൾ
വിനിയോഗിക്കുവാൻ കഴിയുകയും ചെയ്യും. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ തൊഴിൽ മേഖലകളിലെ ചില സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ട് പോലും സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. അതായത് ഒരു സമാധാനവും സന്തോഷവുമുള്ള അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ചില മകരം രാശിക്കാർക്ക് ചില വ്യക്തികളോട് തുറന്നടിച്ച് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും നിങ്ങളുടേതായ തീരുമാനങ്ങളും പറയണമെന്നുണ്ടെങ്കിൽ പോലും തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് പലരും അത് കടിച്ചമർത്തുകയാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്ന ചില മകരം രാശിക്കാർക്ക് ഈ നവംബർ മാസം 13 തീയതി വ്യാഴാഴ്ച ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ടാകും. അതുമാത്രമല്ല, മറ്റുള്ള മകരം രാശിക്കാർക്കും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുന്ന തരത്തിലാണ് ഈ ത്രിഗ്രഹി യോഗം കാണുന്നത്. കർമ്മമേഖലയിൽ മാത്രമല്ല, സാമ്പത്തികമായും മകരം രാശിക്കാർ അനുഭവിച്ചു വരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനും വരുമാനത്തിൽ ഒരു വർധനമുണ്ടാക്കിയെടുക്കുവാനുമുള്ള യോഗവും ഈ ഭാഗ്യസമയത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് മക്കളുടെ വിവാഹം നല്ല രീതിയിൽ നടന്നു കാണണമെന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണെങ്കിലും അതിനുവേണ്ട സാമ്പത്തിക വഴികളൊന്നും തന്നെ നിങ്ങൾക്കില്ല. മാത്രമല്ല, ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ വിവാഹ കാര്യങ്ങളിൽ വളരെയധികം തടസ്സങ്ങൾ അല്ലാതെയും നേരിടുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ നിലനിൽക്കുന്ന ആ സാമ്പത്തിക പ്രതിസന്ധികൾ അകലുകയും വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി ഏറ്റവും ശുഭകരമായ രീതിയിലുള്ള ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള യോഗവും മകരം രാശിക്കാരിൽ വളരെയധികമാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. ഇതിനെല്ലാം പുറമെ ത്രിഗ്രഹി യോഗം സിദ്ധിക്കുന്ന സമയത്ത് മകരം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും ഉള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ വീടിന് ചില അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ഉണ്ടാവുകയും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ദാരിദ്ര്യവും ദുരിതങ്ങളും ഒറ്റയടിക്ക് ഇല്ലാതാകുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആ വീട്ടിലുള്ളവർക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും വളരെ പോസിറ്റീവായി സന്തോഷത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യവും ഈ ത്രിഗ്രഹി യോഗത്താൽ കൈവരും. ഇനി രണ്ടാമതായി ഈ നവംബർ മാസം 13 തീയതി വ്യാഴാഴ്ച ത്രിഗ്രഹി യോഗം ഭാഗ്യമായി വരുന്നതോടെ ജീവിതത്തിൽ ഒന്നിലധികം നേട്ടങ്ങൾ വളരെ വേഗത്തിൽ കാണുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ജീവിതത്തിൽ കണക്ക് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും കണക്ക് കൂട്ടിയതുപോലെ നടന്നിട്ടുള്ളത് വളരെ ചുരുക്കമായി മാത്രമാണ്. അതായത് ജീവിതത്തിൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ ചില കാര്യങ്ങളും കയ്യെത്തും ദൂരത്ത് എത്തിയതിനു ശേഷം അത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖം അനുഭവിച്ചിട്ടുള്ളവരാണ് കൂടുതൽ ആളുകളും. അതുമാത്രമല്ല, സാമ്പത്തികമായ പ്രതിസന്ധികളും കടബാധ്യതകളും പല വ്യക്തികളുടെയും ജീവിതത്തെ ദുരിതപൂർണമാക്കുകയാണ്. അത്തരത്തിൽ ഒരു വിധത്തിലും ജീവിതത്തിൽ ഒരു പോസിറ്റീവായ കാര്യങ്ങളും സംഭവിക്കുമെന്ന പ്രതീക്ഷ പോലുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിഗ്രഹി യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. മാത്രമല്ല, ഈ ഒരു സമയത്ത് ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാവുകയും അതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വളരെ ഗുണകരമായി വരികയും ചെയ്യും. ഇനി ഈ നവംബർ 13 തീയതി വ്യാഴാഴ്ച
ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചില ദൂരയാത്രകൾ ചെയ്യുവാനിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു യാത്ര ജീവിതത്തിന് തന്നെ വഴിത്തിരിവാകുന്ന തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാക്കിത്തരും. ഒപ്പം തന്നെ ചില പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുവാനും ചില പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുവാനുമുള്ള യോഗവും ചില ധനുരാശിക്കാരിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ധനുരാശിക്കാർ വളരെ കാലങ്ങളായി വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോകുവാനായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു അവസരം ഇതുവരെ വന്നിരുന്നുമില്ല. മറ്റു ചിലർക്കാണെങ്കിൽ അവസരങ്ങൾ വന്നിട്ട് പോലും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ആ അവസരത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ ദുഃഖമാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു നല്ല ജോലിക്ക് വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ധനുരാശിക്കാർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാവുകയും നിങ്ങളുടെ കുടുംബം ഒരു സമൃദ്ധിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള സമയവും കൂടിയായിരിക്കും ഇനി വരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലും കുറച്ച് നാളുകളായി നിരന്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ചില ധനുരാശിക്കാരുണ്ട്. അതായത് എപ്പോഴും ആരോഗ്യ പ്രതിസന്ധികളും രോഗാവസ്ഥകളും നിങ്ങൾക്ക് നേരിടുന്നതിനാൽ ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. ഇതിൽ തന്നെ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ പല ധനുരാശിക്കാരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇതിൽ തന്നെ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില ധനുരാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങളുടെ ജീവിതത്തെയും അത്രയധികം ബാധിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ധനനഷ്ടവും ഈ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്നു. എന്നാൽ കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ധനുരാശിക്കാർക്ക് ഈ ത്രിഗ്രഹി യോഗം കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 3 ഗ്രഹങ്ങളുടെയും സ്വാധീനം നിങ്ങൾക്ക് ഗുണകരമായി വരുന്നതിൻ്റെ എല്ലാ നേട്ടങ്ങളും ജീവിതത്തിലെ ഓരോ മേഖലകളിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്ന നിമിഷം വരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും മാറ്റിവെച്ച് ഏറ്റവും പോസിറ്റീവായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈശ്വരാധീനവും ഭാഗ്യവും നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇനി മൂന്നാമതായി ഈ നവംബർ മാസം 13-ാം തീയതി വ്യാഴാഴ്ച അത്രയധികം ഈശ്വരാധീനവും ഭാഗ്യവും ഒന്നിച്ച് ജീവിതത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരായിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടകാലങ്ങളും അത്രയേറെയാണ്. അതായത് ഒന്ന് മാറുമ്പോൾ ഒന്നായി ഭാഗ്യക്കേടുകൾ നിരന്തരം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് ഈ പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർ. കഷ്ടകാലം എന്നൊക്കെ പറയുമ്പോൾ ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഓരോ പരീക്ഷണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈശ്വരനിലുള്ള വിശ്വാസം വരെ ഇല്ലാതായിരിക്കുന്നു. ഇനി എന്ത് സംഭവിച്ചാലും വരുന്നിടത്ത് വച്ച് കാണാമെന്നുള്ള മനോഭാവത്തിൽ വരെ എത്തി നിൽക്കുകയാണ് പലരും. എന്നാൽ അത്തരത്തിലുള്ള നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറുവാനും എല്ലാവിധത്തിലും നെഗറ്റീവായിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ പോസിറ്റീവായ തരത്തിൽ മാറ്റുവാനുമുള്ള ഭാഗ്യമാണ് ഈ ത്രിഗ്രഹി യോഗത്താൽ നിങ്ങൾക്ക് കൈവരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ത്രിഗ്രഹി യോഗം സിദ്ധിക്കുന്നതിലൂടെ കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് സന്തോഷവും സമാധാനവും തന്നെയായിരിക്കും. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണമെങ്കിൽ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൃത്യമായി നടന്നിരിക്കണം. അപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരുവാൻ പോകുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ
നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പ്രപഞ്ചശക്തി നൽകുന്ന തരത്തിലുള്ള സമയം തന്നെയാണ് വന്നു ചേരുന്നത് എന്നതാണ്. ഇനി ഈ നവംബർ മാസം 13-ാം തീയതി വ്യാഴാഴ്ച കർക്കിടകം രാശിക്കാരിൽ ചില വ്യക്തികൾക്ക് നിങ്ങൾ പോലും അതിശയിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് കാലങ്ങളായി കൊടുത്തു തീർക്കുവാൻ കഴിയാതിരുന്ന ചില തുകകൾ ആ വ്യക്തികൾക്ക് കൊടുത്ത് ആ കടം വീട്ടുവാനുള്ള ഒരു വഴി നിങ്ങളുടെ മുൻപിൽ ഒരുങ്ങി വരും. അതുകൂടാതെയും കൂടുതൽ വരുമാന മേഖലയിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗവും പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരിൽ ഈ ത്രിഗ്രഹി യോഗത്താൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗ്യസമയം കർക്കിടകം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും മികച്ച ഒരു സമയമായിരിക്കും. അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം സംസാരിച്ച് പരിഹരിക്കുവാനും പരസ്പര സ്നേഹത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് കഴിയും. അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിങ്ങൾ തമ്മിലുള്ള തിരിച്ചറിവ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയവുമായിരിക്കും ഇത്. അതായത് പരസ്പരം മനസ്സിലാക്കി ജീവിതത്തെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല ഈ നവംബർ 13-ാം തീയതി വ്യാഴാഴ്ച കർക്കിടകം രാശിക്കാരായിട്ടുള്ള ചില ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ കുടുംബത്തിലെടുക്കുന്ന ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത്രയേറെ ഗുണകരമായ ഫലങ്ങൾ നൽകും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരില്ല. ഏറ്റവും പ്രധാനമായി ഈ ത്രിഗ്രഹി യോഗം സിദ്ധിക്കുന്ന സമയത്ത് കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ നിലനിന്നിരുന്ന പല പ്രതിസന്ധികളും ഇല്ലാതാവുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും വളരെയധികം ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കാണുവാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ നവംബർ മാസം 13-ാം തീയതി വ്യാഴാഴ്ച ത്രിഗ്രഹി യോഗം കൊണ്ട് ഒട്ടനവധി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു ശുഭസമയത്തിൻ്റെ തുടക്കമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.